ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പേപ്പർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറുടെ ഡ്രൈവർ തസ്തികയ്ക്ക് വേണ്ടി നടന്ന 2024 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അപ്പോൾ ഫൈനൽ ആൻസർ കീ വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാവുന്ന പോലെ ഇതിലും ഒത്തിരി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. ഇനി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ താഴെ നിന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാം, അല്ല ടെലഗ്രാമിലുണ്ട്. അപ്പോൾ ഇതിൽ ചോദിച്ച ഏകദേശം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ പ്രീവിയസ് ഇയർ ആണ്. കുളച്ചൽ യുദ്ധം ചോദിച്ചിട്ടുണ്ട്, ആറ്റിങ്ങൽ കലാപം ചോദിച്ചിട്ടുണ്ട്, ശ്രീരംഗപട്ടണം ചോദിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലെ എല്ലാ ഇയറിലും ക്വസ്റ്റ്യൻ ഓൾറെഡി വന്നിട്ടുണ്ട് പ്രീവിയസ് ആയിട്ടുള്ള. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലെ ഈ സ്വതന്ത്ര പാർട്ടി അത്രത്തോളം കണ്ടിട്ടില്ല ചോദിച്ചത്. ബാക്കി മൂന്നെണ്ണവും എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നാലാമത്തതും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അമേരിക്കൻ സ്വാതന്ത്ര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട. അഞ്ചാമത്തത് ഒരു കറണ്ട് അഫെയർ ആണ്, G20 സമ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ടത്. ആറാമത്തത് ഒരു കറണ്ട് അഫെയർ 2023 വേൾഡ് കപ്പ്. ഓക്കെ, ഏഴാമത്തത് PN പണിക്കർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ പഠിക്കുന്നതാണ്. എട്ടാമത്തതും ഒരു കറണ്ട് അഫെയർ ഇനത്തിൽ വരുന്നതാണ്, ഒളിമ്പിക്സ് ആണെങ്കിലും ഒരു കറണ്ട് അഫെയർ കൂടിയാണത്. ഒമ്പതാമത്തത് നിവർത്തന പ്രക്ഷോഭം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. പത്താമത്തത് ഈസ്റ്റിങ്സ്, ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നത് കറണ്ട് അഫെയർസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. എന്തായാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞത്. എന്തായാലും ഇതിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന് ഓരോ ക്വസ്റ്റ്യൻ. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ്, ശരിയായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി നിങ്ങൾ. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്, അറിയാം. കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ഇത്, ആറ്റിങ്ങൽ കലാപം. ഓക്കെ, അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ 1792 ശ്രീരംഗപട്ട സന്ധി പ്രകാരം മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ഇതിലേതാ ആൻസർ വരുന്നത്? 1 B ആണ്. 1, 2, 3 ശരിയാണ്. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ പറയുകയാണെങ്കിൽ കുളച്ചൽ യുദ്ധം നടന്ന വർഷം പഠിക്കേണ്ടതാണ്. കാരണം ചോദിക്കാറുണ്ട്, കുളച്ചൽ യുദ്ധം നടന്ന വർഷം എത്ര? 1741 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ഇനി കുളച്ചൽ യുദ്ധത്തിൽ ഈ ഡച്ചുകാരുടെ ഒരു കപ്പിത്താൻ, ഡച്ചുകാരുടെ സേനാധിപതിയായിട്ട് വന്ന ഒരാളുണ്ട്, ഡില്ലനോയ്. അപ്പോൾ ഡില്ലനോയെ വിളിക്കുന്ന ഒരു പേരുണ്ട്, വലിയ കപ്പിത്താൻ. അതൊന്ന് ഓർത്ത് നോക്കണേ, വലിയ കപ്പിത്താൻ. ഇനി നമുക്ക് അതിലുണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപത്തിൻ്റെ ഇയറും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, 1721. പൊതുവെ ആറ്റിങ്ങൽ കലാപമായിട്ട് കൺഫ്യൂഷൻ ആവുന്ന ഒന്നാണ് അഞ്ചുതെങ്ങ് കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഏതാ? അഞ്ചുതെങ്ങ് കലാപം, 1697 അഞ്ചുതെങ്ങ് കലാപം. എന്നാൽ ആദ്യ സംഘടിത എന്ന് ചോദിച്ചാൽ, ഓക്കെ, സംഭവം മാറി. ആദ്യ സംഘടിത എന്ന് ചോദിച്ചാലാണ് ഏത് വരിക? ആറ്റിങ്ങൽ കലാപം വരിക. ഓക്കെ, അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ആദ്യ കലാപം എന്നായിരുന്നു സ്റ്റേറ്റ്മെൻ്റ് എങ്കിൽ എന്തായിരുന്നു? അത് തെറ്റായിരുന്നു. ആറ്റിങ്ങൽ കലാപം അഞ്ചുതെങ്ങ് കലാപമായിരുന്നു ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യണം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കും, ശരിയായത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഓരോ സമരം നടന്നതും അതിൻ്റെ വർഷവും കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. വൈക്കം സത്യാഗ്രഹം നടന്ന 1928 എന്നാണ് പറയുന്നത്. ആണോ നിങ്ങൾ പറഞ്ഞത്? 1928 അല്ല, വൈക്കം സത്യാഗ്രഹം 1924 നടക്കുന്നത്. സോ ഇത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ തെറ്റാണ്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹം 31 ശരിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരം 36. മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനം 1914. സോ ഇതിൽ 2, 3 B, C, D ശരിയാണല്ലേ. ഇപ്പോൾ B, C, D ശരിയാകുമ്പോൾ ഓപ്ഷൻ C ആണ് വരിക ആൻസറായിട്ട്. ഓക്കെ, അപ്പോൾ 2ൻ്റെ ആൻസർ ഏതാ? 2ൻ്റെ ആൻസർ എന്ന് പറയുന്നത് C ആണ്, B, C, D. സോ വൈക്കം സത്യാഗ്രഹം 1924 മറന്നുകൊണ്ട. 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ഇന്ത്യയിൽ തന്നെ അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് ഇത്, ഈ വൈക്കം സത്യാഗ്രഹം എന്നറിയപ്പെടുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യം, വൈക്കം സത്യാഗ്രഹം എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട്. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ നടന്ന സമരമാണ് ഇത്, വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിനടുത്തുള്ള അതിന് കൂടെയുള്ള സഞ്ചാരത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി. ഇനി വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ആരാണെന്ന് ചോദിക്കാറ്. TK മാധവൻ കേട്ടോ, മറന്നുകൊണ്ടേ. TK മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ്. കാക്കിനാട സമ്മേളനത്തിലൊക്കെ വെച്ചിട്ട് ഈ അയിത്തോച്ചാരണത്തിനെതിരെയൊക്കെ തൊട്ടുകൂടായ്മക്കെതിരെയൊക്കെ പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട്. അവനക്ക് അറിയായിരിക്കും 1923 ആ ടൈമിലൊക്കെ. ഒന്ന് ഓർത്ത് നോക്കണം കേട്ടോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്, കറക്റ്റായിട്ടുള്ള ജോഡി. ഒന്നാമത്തെ ആര്യസമാജം, രാജാറാം മോഹൻ റോയ്. തെറ്റാണ്. ആര്യസമാജ് ആരാ ശരിക്കും വരുന്നത്? ദയാനന്ദ സരസ്വതിയാണ് ആര്യസമാജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ തന്നെ തെറ്റാണ്. സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റു
ശരിയാണ്. സ്വതന്ത്ര പാർട്ടി സി രാജഗോപാലാചാരി ശരിയാണ്. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ ശരിയാണ്. അപ്പോൾ ഇതിൽ 2, 3, 4 ശരിയാണ്. 2, 3, 4 ശരിയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ്. ശരിക്കും ആര്യ സമാജത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആരാ ആര്യ സമാജത്തെ സ്ഥാപിച്ചത്? ദയാനന്ദ സരസ്വതി കേട്ടോ. ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിക്കുന്നത്. 1875 ഇമ്പോർട്ടൻ്റ് ആണ്. 1875 ഓർത്തോക്കണം. എവിടെയാണ് സ്ഥാപിച്ചതെന്ന് ചോദിക്കാറുണ്ട്. ബോംബെയിലാണ് ആര്യ സമാജം സ്ഥാപിച്ചത്. പിന്നെന്താ ഇതേപോലെ തന്നെ പേരുള്ള 1, 2 എണ്ണം ഉണ്ട്. എന്താ പ്രാർത്ഥനാ സമാജം. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗാണ്. അപ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആത്മാവിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ള രീതിയിലൊന്ന് കണക്ക് തോർത്ത് വെച്ചാൽ മതി. അടുത്തത് ദേവസമാജം. ദേവസമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് ശിവനാരായൺ അഗ്നിഹോത്രി. ഓക്കെ, പണ്ഡിറ്റ് ശിവനാരായൺ അഗ്നിഹോത്രി. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ. അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം ഇംഗ്ലീഷ് അംഗീകരിച്ചതുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നവയിൽ ശരിയായത്? ഒന്നുമില്ല. ഏത് ഉടമ്പടി പ്രകാരമാണ് അമേരിക്കൻ കോളനികൾ സ്വാതന്ത്ര്യം നേടിയത്? മുമ്പ് കുറേ പ്രാവശ്യം റിപ്പീറ്റഡ് ആണ്. 1783 പാരീസ് ഉടമ്പടി പ്രകാരമാണ്. പാരീസ് ഉടമ്പടി. ഇതിൽ അമേരിക്ക സ്വാതന്ത്ര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് ഓർത്തോക്കണ്ട. ഒന്ന് ബോസ്റ്റൺ ടീ പാർട്ടി 1773 ചോദിക്കാറുണ്ട്. ഇതിലുള്ള ഏകദേശം എല്ലാം ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ആയിട്ട്. 774, 775 ഇതിങ്ങനെ തന്നെ ഓർത്തോക്കാം. 1ാം കോണ്ടിനെൻറ്റിലും 2ാം കോണ്ടിനെൻറ്റിലും. പിന്നെ 776 സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നത്. 83 ഇപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ പാരീസ് ഉടമ്പടി, അമേരിക്ക ഇംഗ്ലണ്ട് തമ്മിലുള്ള പാരീസ് ഉടമ്പടി. 89 അമേരിക്കയിൽ എന്ത് ചെയ്യുന്നത്? ഒരു ഭരണഘടന നിലവിൽ വരുന്നത്. ഓക്കെ. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ. 5ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു ഒരു കറണ്ട് അഫെയർ ആണ്. ശരിക്കും 2024, 2023 കറണ്ട് അഫെയർ എടുത്ത് ചോദിച്ചാണ്. G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നവയിൽ ഏത് വൻകരയിലുള്ള രാജ്യത്തു നിന്നാണ് കേട്ടോ. ആ ക്വസ്റ്റ്യൻ ചോദിച്ചാണ് ഏത് രാജ്യത്ത് നിന്നാണെന്നല്ല. അപ്പോൾ 2023 ശരിക്കും G20 ഇന്ത്യ നടത്തുന്നത് കേട്ടോ. 2023 G20 സമ്മിറ്റ് ഇന്ത്യയിലായിരുന്നു. സോ അതിൻ്റെ മുമ്പ് 2022 ബാലിയിലായിരുന്നു. ബാലി, അതായത് ഇന്തോനേഷ്യയിലുള്ള ബാലി എന്ന സ്ഥലത്തായിരുന്നു G20. അപ്പോൾ ബാലി എവിടെ? ഇന്തോനേഷ്യ എവിടെയാണെന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇന്തോനേഷ്യ ഏത് വൻകരയിലാണെന്നത് അറിയാലോ. ഇന്തോനേഷ്യ ഏത് വൻകരയിലാണ്? ഏഷ്യ വൻകരയിലാണ് ഇന്തോനേഷ്യ. ഇനി അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? 2023 ലോകകപ്പിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്ര? 10 രാജ്യങ്ങളാണ് ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുത്തത്. ആ കറണ്ട് അഫെയർ ആണ്. ഇനി അത്രത്തോളം റിലവൻ്റ് ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് കുറവാണത്. ഓക്കെ, 2025 ആയില്ലേ, ഇനി ചാൻസ് കുറവാണ്. ലോകകപ്പ് ചോദിക്കാം, പക്ഷേ ഇനി രാജ്യങ്ങളുടെ എണ്ണം ചോദിക്കാനുള്ള ചാൻസ് ഒക്കെ കുറവാണ്. എന്തായാലും 7ാമത്തെ ക്വസ്റ്റ്യൻ. ഗ്രന്ഥശാല പ്രവർത്തകനായ PN പണിക്കരുടെ ജന്മസ്ഥലം ഓർത്തോക്കണേ ആലപ്പുഴ. കുറേ മുമ്പൊക്കെ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആലപ്പുഴ തന്നെ PN പണിക്കരുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത്. ഓക്കെ, 7 ആലപ്പുഴയാണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിന് ഒളിമ്പിക് മെഡൽ നേടുത്തുന്ന കായിക ഇനം. ഒളിമ്പിക്സിൽ മെഡൽ നേടുത്തുന്ന കായിക ഇനം. ഇതൊന്നും മറന്നുമില്ല. കറണ്ട് അഫെയർ ആണെങ്കിൽ ഹോക്കിയാണ്. ഓക്കെ, ഈ തന്നിരിക്കുന്നതിൽ ഹോക്കിയാണ് കേട്ടോ. കായിക ഇനം ഹോക്കിയാണ്. ആരാ? PR ശ്രീജേഷ്. നമുക്കറിയാം കറണ്ട് അഫെയറിൽ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തി വേറെ എന്തെല്ലാം സ്പോർട്സിലില്ല നമുക്ക് പഠിക്കാൻ. അപ്പോൾ PR ശ്രീജേഷാണ്. ഇതിൽ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി എന്ന് ചോദിച്ചാൽ ആൾ മാറേ മാനുവൽ ഫ്രെഡറിക്കാണ്. ഓക്കെ, ഇനി 2ാമത്തെ മലയാളിയാണ് ആര്? ഈ PR ശ്രീജേഷ്. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ കേട്ടോ, പങ്കെടുത്തതൊന്നുമല്ല, മെഡൽ നേടിയ 2ാമത്തെ ആളാണ് ഇത് PR ശ്രീജേഷ്. അത് 2020 ടോക്കിയോ ഒളിമ്പിക്സ് ആണ്, വെങ്കല മെഡലാണ്. ഈ ഒരു ഫാക്റ്റ് എന്ത് ചെയ്യില്ല, ഒരു 10-20 കൊല്ലത്തേക്ക് ഒരിക്കലും മാറാനുള്ള ചാൻസ് കുറവാണ്. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 2ാമത്തെ മലയാളിയാണ് PR ശ്രീജേഷ്. ഏത് ഒളിമ്പിക്സ് ആണെന്ന് ഓർത്തോക്കണം. ടോക്കിയോ ഒളിമ്പിക്സ് ആണ്. ഏതാണ് മെഡൽ? വെങ്കല മെഡലാണ്. ഏതാണ് ഐറ്റം? ഹോക്കിയാണ്. ഇനി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി എന്ന് ചോദിച്ചാൽ ആരാ? CK ലക്ഷ്മണൻ. ഓക്കെ, പങ്കെടുത്ത ആദ്യ മലയാളി ചോദിച്ചാൽ CK ലക്ഷ്മണൻ. ഇനി പങ്കെടുത്ത ആദ്യ മലയാളി വനിത ആരാന്ന് ചോദിച്ചാൽ ആരാണ്? PT ഉഷ. ഓക്കെ, PT ഉഷ 1980. PT ഉഷക്ക് മെഡൽ നഷ്ടപ്പെട്ടതെന്നൊക്കെ ലോസ് ആഞ്ചൽസ് ആണ് മെഡൽ നഷ്ടപ്പെട്ടത്. ലോസ് ആഞ്ചൽസിൽ നടന്നത്. അത് 2-3 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് 2 വർഷത്തിനുള്ളിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ. 1932 നടന്ന നിവർത്തന പ്രക്ഷോഭം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കും? നിവർത്തന പ്രക്ഷോഭം നമ്മൾ പഠിക്കുന്ന 32 നിവർത്തന പ്രക്ഷോഭം കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. ഒന്ന്, ഉദ്യോഗസ്ഥ സംവരണത്തിനെതിരെയാണ് എന്ത് ചെയ്തത്? നിവർത്തന പ്രക്ഷോഭം നടന്നത്. അതായത് സർക്കാർ ഉദ്യോഗസ്ഥങ്ങളിലും നിയമസഭയിലും ജനസംഖ്യക്ക് ആനുപാതികമായിട്ട് എന്ത് വേണം? സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഈ 3 വിഭാഗം ആര്? ക്രിസ്ത്യനും മുസ്ലിം ഈഴവ ഇവർ 1932 ആരംഭിച്ച പ്രക്ഷോഭമാണ് ഏത്? നിവർത്തന പ്രക്ഷോഭം കേട്ടോ, മറന്നു വരട്ടെ. ഇപ്പം നിവർത്തന പ്രക്ഷോഭത്തിൽ PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. PSCയുടെ രൂപീകരണത്തിന് കാരണമായെന്നൊക്കെ. അപ്പോൾ ഇത് ഇതാ ഞാൻ ഇവിടെ താഴെ തന്നെ എഴുതിയിട്ടുണ്ട്. PSCയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള പ്രക്ഷോഭം ഏതാണെന്നൊക്കെ ചോദിച്ചാൽ ഏതാണ്? അത് നിവർത്തന പ്രക്ഷോഭമാണ്. ഇനി നിവർത്തന പ്രക്ഷോഭമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസംഗമുണ്ട്, കോഴഞ്ചേരി പ്രസംഗം. C. കേശവൻ നടത്തിയ കോഴഞ്ചേരി പ്രസംഗം. അത് ഓർത്തോക്കണേ. കോഴഞ്ചേരി പ്രസംഗം ഏതുമായിട്ട് ബന്ധപ്പെട്ടാന്നൊക്കെ ചോദിക്കാറുണ്ട്.
നിവർത്തന പ്രക്ഷോഭമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ ഈസ്റ്റിങ്സിനെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. പ്രസ്താവനകൾ വായിച്ച് ശരിയായവ എഴുതുക. ഈസ്റ്റിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കട്ടെ, ഭൂപടത്തിൽ ഇപ്പോൾ ഇതാണെന്ന് വിചാരിക്കും. ഭൂപടം ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വരച്ചിരിക്കുന്നതാണ് ഏത്? ഈസ്റ്റിങ്സ്. ഓക്കെ, ഇങ്ങനെ വരച്ചിരിക്കുന്നതാണ് ഈസ്റ്റിങ്സ്. അപ്പോൾ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ ശരിയാണ്. ഇത് വടക്കാണ്, ഇത് തെക്കാണ്. വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ് ഈസ്റ്റിങ്സ്. ഇനി കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളല്ല. അതെന്തായിരുന്നു? ഇത് ഈസ്റ്റിങ്സ് ആണ്. മറ്റേന്തായാലും നോർത്തിങ്സ് ആണ് കേട്ടോ, നോർത്തിങ്സ്. ഇനി ധരാതലീയ ഭൂപടത്തിൽ കാണുന്നു. ശരിയാണ്, ധരാതലീയ ഭൂപടത്തിലാണ് ഇത് കാണപ്പെടുന്നത്. മൂല്യം രേഖപ്പെടുത്താറില്ല. ഓക്കെ, മൂല്യം രേഖപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇതിലേതാ ശരിയായിട്ട് വരുന്നത്? 1ഉം 3ഉം അല്ല. 10ാമത്തേത് ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി എന്ന് പറയുമ്പോൾ 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ള കേട്ടോ, കറക്റ്റാണ്. ഓക്കെ, ഇത് ഓർത്തുക്കണേ. ഈസ്റ്റിങ്സ് വരക്കുന്ന എങ്ങനെയാണ്? ഈസ്റ്റിങ്സ് ഇതാണ് ഈസ്റ്റിങ്സ്. ഇത് വടക്ക് തെക്ക് വരകളാണ് വരിക. ഓക്കെ, ഈസ്റ്റിങ്സിൽ 1-2 പോയിന്റ് കൂടെ ഓർത്തുക്കണ്ട. എന്താ അറിയാം, ഇപ്പോൾ ഈ ഈസ്റ്റിങ്സും അതേപോലെ ഇവിടെ ഇങ്ങനെ വരച്ചിരിക്കുന്നതാണെങ്കിൽ നോർത്തിങ്സ് ആണ്. ഈ ഈസ്റ്റിങ്സ് നോർത്തിങ്സ് രേഖകൾ ചേർന്നുണ്ടാകുന്ന ഗ്രിഡിനെയാണ് റഫറൻസ് ഗ്രിഡ് കേട്ടോ. ജാലികകളാണ് റഫറൻസ് ഗ്രിഡ് എന്ന് വിളിക്കുന്നത്. അത് മറന്നുകൊണ്ടേ. ഇനി ഈസ്റ്റിങ്സിൽ ഞാൻ പറഞ്ഞ ഒരു 1-2 പോയിന്റ് ഓർത്തുക്കാനുള്ളത്, കിഴക്ക് ദിശയിലേക്ക് പോകുന്നതോറും എന്ത് ചെയ്യുന്നുണ്ട്? മൂല്യം കൂടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആദ്യം തെറ്റാണെന്ന് ഞാൻ പറഞ്ഞത്. ഏത്? മൂല്യം രേഖപ്പെടുത്താറില്ല എന്നുള്ളത്. അതായത് കിഴക്ക് ഇങ്ങോട്ടേക്ക് വരുന്നതോറും എന്ത് ചെയ്യും? ഈസ്റ്റിങ്സിൻ്റെ ഈ വാല്യൂ കൂടി വരും, മൂല്യം കൂടി വരും. അപ്പോൾ ഇതിൽ ഒന്നെങ്കിൽ ഈസ്റ്റിങ്സ് നല്ല വൃത്തിക്ക് പഠിക്കുക. അപ്പോൾ നോർത്തിങ്സ് ഓൾറെഡി നിങ്ങൾക്കത് കിട്ടിക്കോളും. ഓക്കെ, അല്ലെങ്കിൽ നോർത്തിങ്സ് നല്ല വൃത്തിക്ക് പഠിക്കുക. രണ്ടും കൂടി പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ കൺഫ്യൂഷൻ ആവും. അതാണ് ഇതിൻ്റെ പ്രശ്നം, നോർത്തിങ്സ് ഈസ്റ്റിങ്സ്. അപ്പോൾ ഇതിൽ എപ്പോഴും വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ്. ഇത് വരകൾ പോകുന്നത് ഏത് ഭാഗത്തോട്ടാണ്? ഈസ്റ്റ് ഭാഗത്തോട്ട്, ഈസ്റ്റ് വെസ്റ്റ് ഭാഗത്തോട്ടാണ് വര. നിങ്ങൾക്കറിയാം, വരകൾ ഇങ്ങനെ പോകുമ്പോൾ വരകൾ ഈസ്റ്റ് വെസ്റ്റ് ഭാഗത്തോട്ടല്ല പോകുന്നത്. പക്ഷേ ആ വര വരുന്നത് ഏത്? വടക്ക് തെക്ക് ദിശയിലാണ് വര വരച്ചിട്ടുള്ളത് ഇങ്ങനെ. അത് രണ്ടും കൺഫ്യൂസിങ് ആണ്. എന്നാലും കറക്റ്റ് നോർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മറന്നുപോകില്ല. ഓക്കെ, ഇത്രയാണ് 10 ക്വസ്റ്റ്യൻസ്. ഏതായാലും മറ്റ് ക്വസ്റ്റ്യൻസ് കൂടെ എന്ത് ചെയ്യുക ഒന്ന് നിങ്ങൾ നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സായിട്ട് കാണാം.